ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കോളാർ സ്വർണ്ണഖനിയുടെ ഒരു ഇമേജാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണിത്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. ഇതാണ് KGF, കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത്. സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം, ഔഷധ നിർമ്മാണം തുടങ്ങിയവ. സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത്. ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം. ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു. ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം. പ്രകൃതി വിഭവങ്ങൾ: പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങൾ, ഉദാഹരണം വായു, ധാതുക്കൾ തുടങ്ങിയവ. മനുഷ്യനിർമ്മിത വിഭവങ്ങൾ: മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങൾ, ഉദാഹരണം റോഡ്, യന്ത്രങ്ങൾ തുടങ്ങിയവ. എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ എല്ലായിടത്തും അവ ലഭ്യമല്ല, ഉപയോഗിക്കും തോറും അവ തീർന്നു പോകുന്നു തുടങ്ങിയ കാരണങ്ങളാലാണ്. പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യസ്തമാണ്. പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തിരിക്കാം. 1. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. 2. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ആദ്യം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെക്കുറിച്ച് നോക്കാം. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് നോക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് പേജിൽ ചെറിയൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ജലം, ലോഹങ്ങൾ, സൗരോർജം, കൽക്കരി, കാറ്റ്, പെട്രോളിയം. തന്നിരിക്കുന്ന വിഭവങ്ങളിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണ്? ജലം, സൗരോർജം, കാറ്റ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയോ? ലോഹങ്ങൾ, കൽക്കരി, പെട്രോളിയം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.